ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ ചാനലിൽ നമ്മളൊരു മൂവി റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ കുറച്ച് സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിൻ്റെ പുറകെയായിരുന്നു, അതുകൊണ്ട് സിനിമ ഒന്നും അധികം കാണാൻ പറ്റില്ല, ക്ഷമിക്കണം. പക്ഷേ ഇനി തൊട്ട് റിവ്യൂ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. സോ കം ബാക്ക് ഇന്ത്യൻ. ഞാനും ഈ ഇന്ത്യൻ 2 എന്ന സിനിമയിലൂടെ കം ബാക്ക് റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇന്ത്യൻ 2 പറ്റി പറഞ്ഞതിന് മുമ്പ് ഇന്ത്യൻ 1 പറ്റി പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ്. എനിക്കൊന്ന് ശങ്കറിൻ്റെ ഫിലിമോഗ്രഫിയിൽ ആദ്യത്തെ കാലത്ത് എടുത്തു പറയാൻ പറ്റിയ കുറച്ച് സിനിമ ഇന്ത്യൻ, മുതൽവനൊക്കെയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പം തന്നെ നമ്മളിങ്ങനെ പറയുമായിരുന്നു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, ഇതിപ്പോൾ എങ്ങനെ ടൈം ലൈൻ കറക്റ്റാകത്തില്ല, കാരണം പുള്ളിക്ക് ഓൾറെഡി 86 വയസ്സ് അന്നുണ്ട്, 96. അപ്പോൾ ഇപ്പോൾ ഇറക്കുമ്പോൾ ഇതെങ്ങനെ ഇയാൾ മറ്റേ വാർദ്ധക്യ ഫൈറ്റൊക്കെ കാണേണ്ടി വരുമെന്ന് പേടിച്ചാണ് പോയത്. അത് കഴിഞ്ഞ് ട്രെയിലർ ഇറങ്ങിയപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി, ഇതെന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നത്, ഇത് എന്തൊക്കെ ടൈപ്പ് നമുക്കൊരു ഏകദേശം രൂപം കിട്ടി. ടിക്കറ്റ് എടുക്കണോ വേണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരിക്കുമായിരുന്നു. പിന്നെ നാഷണൽ അവാർഡ് കിട്ടിയ ഒരു ക്യാരക്ടറിന് ഇങ്ങനെ വലിച്ചു കയറി തേജോവധം ചെയ്യാൻ കമലഹാസനൊന്നും സമ്മതിക്കത്തില്ലല്ലോ എന്നോർത്ത് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. തിയേറ്ററിൽ കയറിയപ്പം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായി, പടം എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ മനസ്സിലായി. പിന്നെ നമ്മളിങ്ങനെ കണ്ടിരിക്കുന്നതാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല പടത്തിനെ പറ്റി കൂടുതൽ. സംഭവം കഥ തന്നെയാണ് പ്രശ്നം. ഒരു ഔട്ട്ഡേറ്റഡായ കഥയാണ്. ഇതൊരു 2010, 2011, 2009 ശിവാജിയുടെയൊക്കെ കൂടെ കന്ദസ്വാമി ശിവാജിയൊക്കെ ഇറങ്ങിയ ടൈമിൽ ഈ പടം ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഹിറ്റായേനെ. ഈ കൈക്കൂലിയൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തും ചർച്ച ചെയ്യുന്നത്. ഇന്ത്യനിലെ പോലെ തന്നെ കൈക്കൂലി കൊടുക്കുന്നവരെ കൊല്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പിന്നെ വരുന്ന ക്യാരക്ടേഴ്സൊക്കെ ആണെങ്കിലും ഇപ്പം സേനാപതി എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളി വരുമ്പം തന്നെ ഒരു ഭയങ്കര ഏച്ച് കിട്ടിയ ഫീലാണ്. മേക്കപ്പ് ഫസ്റ്റ് സീനിൽ ഒരു ടൈപ്പ് മേക്കപ്പ്, പിന്നെ ആകുമ്പം വേറെ ടൈപ്പ്, പിന്നെ ആകുമ്പം വേറെ ടൈപ്പ്, അങ്ങനെ പല മേക്കപ്പ്. ഒരു ഒരു യുണീക്നെസ് ഇല്ല, ഒരു ഇതായിട്ടാണ് തോന്നുന്നത്. ഭയങ്കര ഒരു ഏച്ച് കിട്ടിയ ഫീലാണ് പുള്ളി വരുമ്പം തോന്നുന്നത്. പിന്നെ ഒരു മെയിൻ ക്യാരക്ടർ വരുമ്പോൾ ഒരു മെയിൻ ക്യാരക്ടർ എനർജി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എനിക്ക് കിട്ടിയില്ല. കാരണം സേനാപതി വന്നിട്ട് എവിടേക്കോ ആരൊക്കെയോ കൊന്നൊരു ടൈം ലൈനിൽ കഥ ഇങ്ങനെ പോകുന്നു. മറ്റേ സിദ്ധാർത്ഥിൻ്റെ വേറെ ഇമോഷണലി അത് കണക്റ്റ് ആവുന്നുണ്ട് സാധനം, ആ കഥ വേറെ സൈഡിലോട്ട് പോകുന്നു. അതിൻ്റെ ഇടയിൽ പുള്ളി വന്നിട്ട് വേറെ കൊന്നിട്ട് അത് ഈ സൈഡിൽ പോകുന്നു, മറ്റേത് ഈ സൈഡിൽ, അതിൻ്റെ ഇടയിൽ കൂടി മറ്റേ കുറേ കഥ ഇങ്ങോട്ട്. തല കറങ്ങിയുടെ എല്ലാം കൂടി കണ്ടിട്ട് ഒന്നും എത്തിക്കാൻ പറ്റുന്നില്ല. ഈ സാധനം ഒന്ന് ചെയ്യണ്ടേ. പുള്ളി വന്നിട്ട് കുറേ പേരെ കൊന്നിട്ട് മറ്റേ വീഡിയോ എടുത്തിരുന്ന് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ ഏത് പടമാണെങ്കിലും അനിരുദ്ധ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് BGM ഒക്കെ ഇട്ട് രക്ഷിക്കുന്നത്. ഇത് BGM ഒക്കെ കൊള്ളാം, പക്ഷേ കുറച്ചായി കഴിയുമ്പം എനിക്കൊന്ന് അനിരുദ്ധിനും അടുത്തെന്ന് തോന്നുന്നു. പുള്ളി അസിസ്റ്റൻസിനെ കൊണ്ട് ജയിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. AR റഹ്മാൻ എന്തുകൊണ്ടാണ് കൈ ഒഴിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഈ കഥ പുള്ളി ഒഴിഞ്ഞാണോ അതോ പുള്ളിനെ എടുക്കാത്തതാണോ നടത്തില്ല. പക്ഷേ എന്തായാലും BGMനും രക്ഷിക്കാൻ പറ്റും. കാരണം എന്തായാലും വേണ്ട ഇതിൻ്റെ അകത്ത് ചെയ്ത് വെക്കാൻ. പുള്ളി എന്തൊക്കെയാണോ, ഒരു ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല ഈ പടം. ലോജിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. ലോജിക്കിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട, കാരണം അതിന് OTT ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ലത് കിട്ടും. ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പ്രവചിച്ചായിരുന്നു OTT ഇറങ്ങി കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത്. അത് തന്നെ നടന്നു. റോള് കിട്ടാനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ പടത്തിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് പടം കഴിഞ്ഞിട്ട് ഇന്ത്യൻ 3 ഒരു ഗ്ലിംസ് കാണിക്കും. അത് നല്ല രസമുണ്ടായിരുന്നു. അത് എനിക്കൊന്ന് സേനാപതിയുടെ അച്ഛൻ്റെ ഒരു ഫ്ലാഷ് ബാക്കും പിന്നെ ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന കാര്യമൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അതെനിക്കൊന്ന് അത്യാവശ്യം നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. കമലഹാസനും ഒരു ഇതിൽ നിന്ന് പറഞ്ഞായിരുന്നു പുള്ളിക്ക് ഇന്ത്യൻ 3 കഥ ഇഷ്ടപ്പെട്ടു, ഇന്ത്യൻ 2 ഇഷ്ടപ്പെട്ടില്ല. അപ്പം 2 ചെയ്താലല്ലേ 3 ഉണ്ടാകത്തുള്ളൂ, അതുകൊണ്ട് ചെയ്തതാണ് 2 എന്നാണ് പുള്ളി പറയുന്നത്. മേ ബി അതൊക്കെ കൊണ്ട് ചെയ്തതായിരിക്കും. എന്നാലും ഒരു ആൾക്കാർ ഇത്രയും സമയം പൈസ കളഞ്ഞ് വരുന്നതല്ലേ, കിട സാധനം ഉണ്ടാക്കി വെക്കാമായിരുന്നു. ഇതുപോലത്തെ ഒരു ക്യാരക്ടറിനെയൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ വേസ്റ്റായി പോയതിൽ സങ്കടമുണ്ട്. പിന്നെ ശങ്കറിനെ നമ്മൾ കണ്ടു വളർന്നത് ഇതുപോലെയൊന്നുമല്ല. എന്തോ ചെയ്യാൻ. പിന്നെ എൻ്റെ വേറൊരു നിഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേർക്കും ഒരു കംബാക്ക് ആവശ്യമുള്ള സമയത്ത്, ശങ്കറിനും കമലഹാസനും ഒരു കംബാക്ക് ആവശ്യമുള്ള സമയത്താണ് തോന്നുന്നത് ഇത് അനൗൺസ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് ലോകേഷ് വന്നിട്ട് കമലഹാസന് ഒരു ഹിറ്റ് കൊടുത്ത് പുള്ളിക്ക് ഒരു കംബാക്ക് കിട്ടി. അപ്പോൾ ഇതാണ് കമ്മിറ്റ് ചെയ്തും പോയി, ദൈവം ഇനി എന്തോ ചെയ്യുമെന്ന് ഓർത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി ഏതൊരു സിനിമ കഴിഞ്ഞാലും പുള്ളിയുടെ പെർഫോമൻസ് എങ്കിലും നമ്മൾ ഓർത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തൊന്നും ചെയ്യാനില്ല, കാരണം മേക്കപ്പ് ഇട്ട് മൊത്തം മറിച്ചേക്കുവാണ്. എന്തോ പെർഫോം ചെയ്യുക അതിൻ്റെ അകത്ത്, മറ്റേ പപ്പടം ഒട്ടിച്ചിട്ടൊക്കെ വന്ന്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് പടം ഒട്ടും വർക്കായില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമുക്ക് അതുപോലെയാണ് ഫസ്റ്റ് മനസ്സിൽ കിടക്കുന്നത്. അത് തന്നെ ഇപ്പോഴും അതിനൊരു മാറ്റവും ഇല്ല. ഇനി നിങ്ങൾ കണ്ടെങ്കിൽ അഭിപ്രായം പറയുക. കാണാത്തവർ പോയി കാണാൻ ശ്രമിക്കുക, കാണണമെങ്കിൽ കാണുക. ദിസ് ഈസ് മൈ ഒപ്പീനിയൻ. സോ കണ്ടൊരു അഭിപ്രായം രേഖപ്പെടുത്തുക. അടുത്തൊരു റിവ്യൂ ആയിട്ട് അടുത്ത ദിവസം വരാം. ഓക്കെ, ബൈ.